Hi students, welcome to our class. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് NCERT പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് NCERT പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഓക്കെ, അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പെയർ ഓഫ് അഡ്ജസന്റ് കോയിൽ ഹാസ് എ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് 1.5 ഹെൻറി. നമ്മുടെ കയ്യിൽ ഒരു പെയർ കോയിൽ ഉണ്ട്. ആ പെയർ കോയിലിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്ടൻസ് M is equal to 1.5 ഹെൻറി എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇഫ് ദ കറന്റ് ഇൻ ദ കോയിൽ ചേഞ്ചസ് ഫ്രം 0 ആംപിയർ ടു 20 ആംപിയർ, 0യിൽ നിന്ന് 20 ആംപിയർ വരെ കറണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേഞ്ച് ഇൻ കറണ്ട് ദാറ്റ് ഈസ് DI is equal to 20 minus 0 അല്ലെ, ദാറ്റ് ഈസ് equal to 20 ആംപിയർ. ഓക്കെ, ചേഞ്ച് ഇൻ കറണ്ട് കിട്ടി അല്ലെ. ഇൻ 0.5 സെക്കൻഡ് ആ ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടായത് എത്ര സെക്കൻഡ്സിലാണ്? 0.5 സെക്കൻഡ്സിലാണ്. അപ്പോ നമുക്ക് ചേഞ്ച് ഇൻ ടൈം, ആ കറണ്ടിന് ചേഞ്ച് വന്നതിന് എടുത്ത സമയം എന്ന് പറയുന്നത് 0.5 സെക്കൻഡ്സ് എന്നാണ് എഴുതി. ഓക്കെ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ അതർ കോയിൽ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത കോയിൽ ഉണ്ടായ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF E is equal to d∅ by dt. According to Faraday's law, induced EMF is equal to d∅ by dt ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ടേംസിലെ ഇൻഡ്യൂസ്ഡ് EMF is equal to M into di by dt ആണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, രണ്ടും ഇൻഡ്യൂസ്ഡ് EMF ആയതുകൊണ്ട് നമുക്ക് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ d∅ by dt is equal to d∅ divided by dt is equal to M into di divided by dt. ഓക്കെ, dt രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കുള്ള വാല്യൂ എത്രയാണ്? d∅ is equal to M into di. M നമുക്കറിയാം M is equal to 1.5 ആണ്. ഇൻറ്റു ഡി ഐ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 1.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1.5 ഇൻറ്റു 20 ആകുമ്പോൾ എത്ര വരും? 30 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 15 ഇൻറ്റു 2 എന്നുള്ള രീതിയിൽ 30 എന്ന് കിട്ടി. അത്രയും എന്ത് വരും? വെബർ ആണ് നമ്മുടെ എന്തെന്ന് പറയാ? ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ചേഞ്ച് ഇൻ ഫ്ലക്സ് എങ്ങനെയാ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഫ്ലക്സിന്റെ കേസിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ അറിയാം. Induced EMF is equal to d∅ by dt ആണ്. Induced EMF is equal to M into di by dt ആണ്. രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, our second question, a jet plane is traveling towards west at a speed of 1800 km/h. What is the voltage difference developed between the ends of the wings having a span of 25 meter if the Earth's magnetic field at that location has a magnitude of 5 into 10 raised to minus 4 Tesla and the dip angle is 30 degree. Earth's magnetic field തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ജെറ്റ് പ്ലെയിൻ എന്ത് ചെയ്യുക? വെസ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് v is equal to 1800 km/h. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? 1800 കിലോമീറ്റർ എന്ന് പറയുമ്പോ എത്ര വരും? 1000 മീറ്റർ അല്ലെ, ഡിവൈഡഡ് ബൈ അവർ എന്ന് പറയുമ്പോ എത്ര വരും? 3600. 1 hour is equal to 60 into 60 അല്ലെ, അപ്പൊ എത്ര വരും? 3600. അപ്പൊ ഇതിവിടെ നമ്മൾ കട്ട് ചെയ്തു. 18 എത്ര ടൈംസ് ആണ്? 2 ടൈംസ്. അപ്പൊ എന്ത് വരും? 1000 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. 1000 by 2 എന്ന് പറയുമ്പോൾ എത്ര വരാം? സ്പീഡ് ഇസ് ഈക്വൽ ടു 500 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ആ സ്പീഡ് നമുക്ക് കിട്ടി. സ്പീഡ് ഇസ് ഈക്വൽ ടു 500 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതറിയാം. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡിഫറൻസ് ഡെവലപ്പ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ വിങ്സ്? എയ്റോപ്ലെയിന്റെ വിങ്സിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലെ, വോൾട്ടേജ് ഡിഫറൻസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ വിങ്സിന്റെ സ്പാൻ എത്രയാണ്? ലെങ്ത് എത്രയാണ്? 25 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് L is equal to എത്രയാണ്? 25 സെന്റിമീറ്റർ എന്ന് അല്ലെ, 25 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, if the Earth's magnetic field at that location has a magnitude of അല്ലെ 5 into magnetic field തന്നിട്ടുണ്ട്. Earth's magnetic field
5 into 10 raised to minus 4 ടെസ്ലയാണ് ആൻഡ് ഡിപ്പ് ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പോൾ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് തന്നിരിക്കുന്നത്. അത് 5 into 10 raised to minus 4 അല്ലെ, 5 into 10 raised to minus 4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യണൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ കോമ്പണന്റ് ഏതായിട്ട് വരും? ബി. ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഓക്കെ, ബി എച്ച് ഇവിടെ വരും, ഇവിടെ എന്ത് വരും? ബി വി വരും. ബി എച്ചിനും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. അത് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബി എച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ ആണെന്ന് നമുക്കറിയാം. ബി വി ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്കൊന്ന് പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വോൾട്ടേജ് ഡെവലപ്ഡ് ആണ് അല്ലെ. അപ്പൊ ഇൻഡ്യൂസ് ഡി എം എഫ് ആണ്. ഇൻഡ്യൂസ് ഡി എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ബി ഇൻറ്റു എൽ ഇൻറ്റു വി അല്ലെ. ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ് ഡി എം എഫ് എന്ന് പറയുന്നത് ബി എൽ വി ആണെന്ന് നമുക്കറിയാം. ലെങ്ത് നമുക്കറിയാം 25 മീറ്റർ ആണ്. വെലോസിറ്റി നമുക്കറിയാം 1800 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 500 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ എല്ലും വിയും അറിയാം. ഇനി ബി വാല്യൂ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാം? മോഷണൽ ഇ എം എഫ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നമ്മൾ പഠിച്ചതാണ്. മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങനെയാണ് കണ്ടക്ടർ മൂവ് ചെയ്യുക? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ മൂവ് ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ. ഒരു റെക്ടാംഗിൾ കോയിലൊക്കെ വരച്ച് നമ്മൾ ചെയ്തതാണ്. റെക്ടാംഗുലർ കോയിലിലെ കണ്ടക്ടർ എം എന്ന് പറയുന്ന പോർഷൻ മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ കോമ്പണന്റ് ഓഫ് ഏത് വരും? മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റിലേക്കാണ് ഈ പ്ലെയിൻ മൂവ് ചെയ്യണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കണം? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പണന്റ്. അപ്പൊ പെർപെൻഡിക്കുലർ കോമ്പണന്റ് എന്ന് പറയുമ്പോൾ ഏതേ വരുവുള്ളൂ അല്ലെ. വെർട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന കോമ്പണന്റിലെ നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ എന്ത് വരാം? നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടാണ് പ്ലെയിൻ മൂവ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ. അപ്പൊ എന്ത് വരും? വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് ഇവിടെ ആവശ്യം. അപ്പൊ ഏത് വരും? ബി സൈൻ തീറ്റ. അപ്പൊ ഇവിടെ നമുക്ക് എടുക്കാം ബി സൈൻ തീറ്റ ഇൻറ്റു എൽ ഇൻറ്റു വി. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോ ബി സൈൻ തീറ്റ ഇൻറ്റു എൽ ഇൻറ്റു വി. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 5 into 10 raised to minus 4 into sin 30 അല്ലെ, sin 30 into length 25 മീറ്റർ ആണ് into 500 വെലോസിറ്റി 500 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതെടുത്തു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ 5 into 10 raised to minus 4 into 1/2 into 25 into 500 അല്ലെ. 2 നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പൊ 250 എന്ന് വന്നു. 25 into 25 625 എന്ന് കിട്ടി. 625 അല്ലെ. അപ്പൊ 6250 എന്നായി. അപ്പൊ 5 into 6250 into 10 raised to minus 4. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതാം. That's equal to നമുക്ക് കിട്ടും 3.125 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 10 raised to minus 4 കൂടെ ക്യാൻസൽ കളഞ്ഞിട്ടാണ് നമ്മൾ പറയുക. 3.125 എന്ന് കിട്ടി. അത്രയും എന്താണ്? വോൾട്ട് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇൻഡ്യൂസ് ഡി എം എഫ്. അപ്പൊ ഇൻഡ്യൂസ് ഡി എം എഫ് എത്രയാണെന്നുള്ള കേസ് ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏത് മാഗ്നറ്റിക് ഫീൽഡ് കോമ്പോണന്റ് എടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്. പ്ലെയിൻ ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുക. എപ്പോഴും കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണന്റ് ആണ് നമ്മൾ എടുക്കുക. അപ്പൊ എന്ത് വരും? ബി സൈൻ തീറ്റ ഇൻറ്റു എൽ ഇൻറ്റു വി. അപ്പൊ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വെർട്ടിക്കൽ കോമ്പണന്റ് എടുത്തു. അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സോൾവ് ചെയ്തെടുത്തു. ഓക്കെ, our third question, a rectangular wire loop of side 8 cm and 2 cm with a small cut is moving out of a region of uniform magnetic field of magnitude 0.3 Tesla. അല്ലെ, ഒരു ലൂപ്പ് എന്ത് ചെയ്യാണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ മൂവിങ് ഔട്ട്, പുറത്തേക്ക് മൂവ് ചെയ്യാണ്. നോർമൽ ടു ദ ലൂപ്പ്, ലൂപ്പിന് നോർമൽ ആയിട്ടാണ്. What is the EMF developed across the cut if the velocity of the loop is 1 cm per second?
അപ്പൊ പുറത്തേക്ക് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 1 cm/s ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ ദി ഡയറക്ഷൻ നോർമൽ ടു ദ ലോങ്ങർ സൈഡ്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നോർമൽ ടു ദ ഷോർട്ടർ സൈഡ് ഓഫ് ദ ലൂപ്പ്. രണ്ട് കേസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഹൗ ലോങ് ഡസ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ലാസ്റ്റ് ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും എത്ര സമയം ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അവിടെ ലാസ്റ്റ് ചെയ്യും എന്നുള്ള കേസും നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കേസ് പോലെ തന്നെയാണ്. ഒരു റെക്ടാംഗുലർ ലൂപ്പ് ഉണ്ട്. ആ റെക്ടാംഗുലർ ലൂപ്പിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട് 8 cm 2 cm അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണത്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് EMF ആണ്. അപ്പൊ നോർമൽ ആയിട്ടാണ് മൂവ് ചെയ്യണേ, നോർമൽ ടു ദ ലോങ്ങർ സൈഡ്. ആദ്യം നോർമൽ ടു ദ ലോങ്ങർ സൈഡ് ആണ്, പെർപെൻഡിക്കുലാർ ടു ദ നോർമൽ അല്ലെ. പെർപെൻഡിക്കുലാർ ടു ദ ലോങ്ങർ സൈഡ് ആണെങ്കിൽ എങ്ങനെ വരാം എന്നുള്ള കേസാണ് പറയാം. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF is equal to നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് BLB. B is equal to 0.3 ആണ് ഇൻറ്റു ലെങ്ത്. ലെങ്ത് എത്ര വന്നു, ലോങ്ങർ സൈഡ് ആണ്. അപ്പൊ 8 cm, 8 × 10⁻⁻² ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 1 cm ആണ്, 1 cm/s. അപ്പൊ 1 × 10⁻² എന്ന് ഇടുക അല്ലെ, m/s എന്നാക്കി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി 8 × 3 അല്ലെ 24 വരും. അപ്പൊ 2.4 × 10⁻⁻4. അപ്പൊ ഇത്രയും വോൾട്ടേജ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഏത് സൈഡില്, ലോങ്ങർ സൈഡില് അല്ലെ. നോർമൽ ടു ദ ലോങ്ങർ സൈഡ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്ത കേസ് നമ്മൾ പറഞ്ഞു. ഇത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ടു ദ ഷോർട്ടർ സൈഡ് ആണെങ്കിൽ അല്ലെ, ചെറിയ സൈഡിലാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF സെയിം ഇക്വേഷൻ തന്നെ, B × L × V. B is equal to 0.3, length is equal to 2 cm ആണ്, 2 × 10⁻² ഇൻറ്റു വെലോസിറ്റി 1 cm തന്നെ. അപ്പൊ 1 cm/s അല്ലെ, അത്രോ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരും, 0.6 × 10⁻⁻4. ഓക്കെ, വോൾട്ടേജ്. അപ്പൊ നമ്മൾ രണ്ട് കേസിലും ലോങ്ങർ സൈഡ് ആണെങ്കിൽ, നോർമൽ ടു ദ ലോങ്ങർ സൈഡ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചു. നോർമൽ ടു ദ ഷോർട്ടർ സൈഡ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് അല്ലെ, ആ കോൺസെപ്റ്റ് തറോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം, കണ്ടുപിടിച്ചു. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ലോങ്ങർ സൈഡിനെ ബേസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF നമുക്കറിയാം. ഇൻഡ്യൂസ്ഡ് EMF E is equal to 2.4 × 10⁻⁻4 ആണ്. ഷോർട്ടർ സൈഡിനെ ബേസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF is equal to 0.6 × 10⁻⁻4 ആണ്. അപ്പൊ രണ്ട് കേസും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എത്ര സമയം അവിടെ ഇൻഡ്യൂസ്ഡ് EMF ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFന്റെ കേസിൽ നമുക്കറിയാം E is equal to d∅ dt. ഈ ഇക്വേഷൻ എടുക്കാം. ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഫസ്റ്റ് കേസ് ആണെങ്കിൽ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF 2.4 ആണ്. അപ്പൊ 2.4 × 10⁻⁻4 ഈക്വൽ ടു ഫ്ലക്സ് എന്നുള്ളത് നമുക്ക് എടുക്കാലോ. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു B.A എന്ന് നമുക്കറിയാം. അപ്പൊ ചേഞ്ച് ഇൻ ഫ്ലക്സ് എടുക്കുമ്പോൾ എന്ത് വരും, 8 അല്ലെ. 8 ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാം, 8 cm 2 cm. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണേ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, d∅ എന്നുള്ളടുത്ത് B.A എന്ന് പറയുന്ന മാക്സിമം എടുക്കാം. അപ്പൊ BA മാക്സിമം അല്ലെ, മൊത്തം ലെങ്ത് പുറത്ത് കിടക്കുന്നവരെ. അപ്പൊ എത്ര വരും, മാക്സിമം ഫ്ലക്സ് എത്രയാണ് വരിക, BA എന്നുള്ളതാണ്, ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ ഫ്ലക്സിന് നമ്മൾ എന്തായിട്ട് എഴുതുന്നുള്ളൂ, B × A എന്ന് എഴുതുന്നുള്ളൂ. എന്നാലേ ടൈമിന്റെ ഇക്വേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു BA ഡിവൈഡഡ് ബൈ 2.4 × 10⁻⁻4. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ബിക്കും എക്കും ഒന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. B is equal to എത്രയായിരുന്നു, 0.3 അല്ലെ. 0.3 × A ഏരിയ എന്ന് പറയുമ്പോ അല്ലെ, ടോട്ടൽ മാക്സിമം ഏരിയ ആണ് നമ്മൾ എടുക്കുക. മാക്സിമം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 8 × 10⁻⁻2 × 2 × 10⁻⁻2 ഡിവൈഡഡ് ബൈ 2.4 × 10⁻⁻4 എന്ന് കിട്ടി. -4 നമുക്ക് ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരും, 2 നമുക്ക് 1.2 ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഇനി 8 × 0.3 that is equal to 2.4 എന്ന് കിട്ടും. 2.4 ഡിവൈഡ് ബൈ 1.2 that is equal to എത്ര വരാം, 2 seconds എന്ന് കിട്ടി.
അപ്പൊ ലോങ്ങർ സൈഡിനെ ബേസ് ചെയ്തിട്ട് ഇൻഡ്യൂസ്ഡ് EMF ലാസ്റ്റ് ചെയ്യുന്നത് എത്ര സെക്കൻഡ്സിലാണ്? 2 സെക്കൻഡ്സ് വരെ എന്ത് ചെയ്യുള്ളൂ? ലാസ്റ്റ് ചെയ്യുള്ളൂ. ആ ഇക്വേഷനിലേക്ക് ഒന്ന് കൊണ്ടുവരിക. E = d∅dt ആണ്. ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ചേഞ്ച് ആയിട്ട് എടുക്കുക. മാക്സിമം ഫ്ലക്സ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലക്സ് ചേഞ്ച്. അപ്പൊ BA ഡിവൈഡ് ബൈ അതിനെടുക്കുന്ന സമയം T. അപ്പൊ ടൈം നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസിന്റെ നോക്കാം. സെക്കൻഡ് കേസിന്റെ കേസിൽ എങ്ങനെ വരും? E = BA അല്ലെ, മാക്സിമം ഫ്ലക്സ് BA ഡിവൈഡ് ബൈ T. അപ്പൊ T = BA ഡിവൈഡഡ് ബൈ E എന്ന് എടുക്കാം. B എന്ന് പറയുന്നത് 0.3 ആണ്. മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ, മാക്സിമം ഏരിയ എന്ന് പറയുന്നത് 8 × 10⁻² × 2 × 10⁻². ഓക്കെ, മാക്സിമം ഏരിയ ഫുൾ ഏരിയ നമ്മൾ എടുത്തു. EMF 0.6 ആണ് × 10⁻⁻4. നമുക്ക് -2 എല്ലാം ക്യാൻസൽ ചെയ്തു. -2 -4ലേക്ക് ക്യാൻസൽ ചെയ്തു. 0.3 ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു 0.2 എന്ന് വന്നു. ഓക്കെ, അപ്പൊ 8 × 2 അല്ലെ, അപ്പൊ ഈ 2 ഉം 2 ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. ബാക്കി എത്ര സെക്കൻഡ് എന്ന് കിട്ടി? 8 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പൊ സെക്കൻഡ് കേസില് ഷോർട്ടർ സൈഡില് എത്ര സെക്കൻഡ്സിലേക്ക് EMF ലാസ്റ്റ് ചെയ്യുന്നുണ്ട്? ദാറ്റ്സ് ഈക്വൽ ടു 8 സെക്കൻഡ്സ് അല്ലെ, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇക്വേഷൻ എങ്ങനെ വന്നിരിക്കുന്നു എന്നൊന്ന് ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ടൈം അതിനനുസരിച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. Fourth question. A circular coil of radius 8 cm and 20 turns is rotated about its vertical diameter with an angular speed of 50 radian/second. അപ്പൊ നമുക്കൊരു സർക്കുലർ കോയിൽ ഉണ്ട്. അതിന്റെ റേഡിയസ് 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ് വിത്ത് ആൻ ആംഗുലാർ സ്പീഡ് ഓഫ് 50 radian/second in a uniform horizontal magnetic field of magnitude 3 × 10⁻² ടെസ്ല. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് ഒരു കോയിൽ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ്. നമ്മുടെ AC ജനറേറ്ററിൽ പഠിച്ച പോലെ തന്നെ ഒരു റെക്ടാംഗുലർ കോയില് അല്ലെങ്കിൽ ഒരു കോയില് അല്ലെ, ഇവിടെ ഒരു സർക്കുലർ കോയിലാണ് തന്നിരിക്കുന്നത്, അവിടെ റെക്ടാംഗുലർ കോയിലാന്ന് മാത്രം. അതിങ്ങനെ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, obtain the maximum and average EMF induced in the coil. മാക്സിമം അതുപോലെ തന്നെ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കോയിൽ. കോയിലിലെ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMFഉം മാക്സിമം ഇൻഡ്യൂസ്ഡ് EMFഉം കണ്ടുപിടിക്കണം. ഇനി if the coil forms a closed loop of resistance 10 ohm, calculate the maximum current. മാക്സിമം കറണ്ട് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. Calculate the average power loss due to Joule's heating. Where does the power come from? Joule's heating effect കൊണ്ട് ഉണ്ടാവുന്ന ആവറേജ് പവർ ലോസ് എന്താന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ പവർ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് അവിടെ ആ ജൂൾസ് ഹീറ്റിംഗ് എഫക്ട് കൊണ്ടുണ്ടായ പവർ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ്. നമ്പർ ഓഫ് ടേൺസ് 20 ആണെന്ന് അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്. മാക്സിമം EMF ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു JC ജനറേറ്ററിൽ കണ്ടതാണ് ഇൻഡ്യൂസ്ഡ് EMF E = E0 sin ωt അല്ലെ. അവിടെ തന്നെ നമ്മൾ പറഞ്ഞു E0 എന്ന് പറയുന്നതാണ് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിരിക്കുന്നത്. അതെന്തായിരുന്നു? NBA ഒമേഗ അല്ലെ. E0യുടെ വാല്യൂ NBA ഒമേഗയാണ് sin ωt. ഓക്കെ, അപ്പൊ നമുക്കറിയാം മാക്സിമം EMF എന്ന് പറയുന്നത് NBA ഒമേഗ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്പർ ഓഫ് ടേൺസ് 20 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 3 × 10⁻² ആണെന്ന് നമുക്കറിയാം. സർക്കുലർ കോയിൽ ആണ് തന്നിരിക്കുന്നത്. റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് πr² ആണ് ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് 50 ആണ്. 50 radian/second. അപ്പൊ നമുക്ക് എഴുതാം 50 × 20 അല്ലെ, 1000 എന്ന് വരും. ഇൻറ്റു 3 × 10⁻² ഉണ്ട്. ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു റേഡിയസ് സ്ക്വയർ. റേഡിയസ് 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റേഡിയസ് സ്ക്വയർ = അല്ലെ 64 × 10⁻⁻4 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്താൽ മതി. 10⁻² ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ 10 × 3 30
30 into 3.14 into 64 into 10 raised to minus 4. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.603 അല്ലെ. 10 raised to minus 4 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ എത്ര കിട്ടിയിരിക്കുന്നു? 0.603. അത്രയും വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 0.603 ആണ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് AC ജനറേറ്ററിലെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത് എങ്ങനെയാന്നുള്ള കേസിൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഗ്രാഫ് അല്ലെ, സൈൻ ഗ്രാഫ് ആണ്. E0 സൈൻ ഒമേഗ ടി ആണ്. വേരിയിങ് കറണ്ട് ആണ്. AC ആണെന്ന് നമ്മൾ പഠിച്ചു. ഒരു അപ്പർ ഹാഫ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോവർ ഹാഫ് ഉണ്ട്. അപ്പൊ ആവറേജ് വാല്യൂ എത്ര വരും? ആവറേജ് വാല്യൂ = എത്ര വരും? ഒരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സൈക്കിളും കൂടെ ഉണ്ട്. അപ്പൊ ആവറേജ് EMF ഡെവലപ്ഡ് എന്ത് വരും? 0 ആണ് അല്ലെ. ഒരു പോസിറ്റീവ് സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആവറേജ് EMF എന്ത് വരും? 0. ഓക്കെ, അപ്പോ ഈ ആവറേജ് എത്ര വരും? 0 എന്ന് കിട്ടി. അപ്പൊ രണ്ടെണ്ണത്തിന് ആൻസർ ആയി. മാക്സിമം വാല്യൂ ഓഫ് EMF എത്രയാണെന്ന് ചോദിച്ചിരുന്നു, അതിന് പറഞ്ഞു. ആവറേജ് വാല്യൂ ഓഫ് EMF എത്രയാണെന്ന് ചോദിച്ചിരുന്നു, അതും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എത്രയാണെന്നുള്ളതാണ്. നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് R = 10 ohm എന്ന് തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് EMF അറിയാം. E0 = 0.603 വോൾട്ട് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ മാക്സിമം കറണ്ട് അല്ലെ, മാക്സിമം കറണ്ട് I0 ആണ്. I0 = E0/R ആണ്. തിയറിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ E0യുടെ വാല്യൂ 0.603 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. അപ്പൊ എത്ര വന്നു? 0.0603 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ I0 കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് = എത്ര വരും? 0.0603 എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയാം മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ മാക്സിമം EMF, ആവറേജ് EMF, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്, ഇത് 3 കേസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയേണ്ടത് ആവറേജ് പവർ എത്രയാന്നുള്ളതാണ്. ഓക്കെ, ആവറേജ് പവർ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് മാക്സിമം വാല്യൂ ഓഫ് EMF എന്ന് പറയുന്നത് 0.603 വോൾട്ട് ആണ്. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 0.0603 ആംപിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട ആവറേജ് വാല്യൂ ഓഫ് പവർ ആണ്. അപ്പൊ ആവറേജ് വാല്യൂ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? EMF ഇൻറ്റു കറണ്ട് ആണ് അല്ലെ. ഇവിടെ നമുക്കറിയാം കറണ്ട് I = എന്ത് വരും? I0 സൈൻ ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. I = I0 സൈൻ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ പവർ = നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം E0 സൈൻ ഒമേഗ ടി. അതുപോലെ തന്നെ ഐക്ക് പകരം എന്ത് എഴുതാം? I0 സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് E0 I0 സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നാണ് വരിക. സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇതാണ് പവർ അല്ലെ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ എന്നൊക്കെയാണ് ഇത് പറയാ. അങ്ങനെയാണെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് E0 I0 ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഓക്കെ, E0 I0 ഇൻറ്റു ഹാഫ് എന്ന് വരും. ഓക്കെ, ഇത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എങ്ങനെയാണ് ഹാഫ് ആയിട്ട് വരിക എന്നുള്ള കേസ്. അപ്പൊ E0 I0 ഇൻറ്റു എന്തെന്ന് എഴുതാം? ഹാഫ് എന്ന് എഴുതാം. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? E0 എന്ന് പറഞ്ഞാൽ 0.603 ഇൻറ്റു I0 എന്ന് പറയുമ്പോൾ 0.0603 ഡിവൈഡഡ് ബൈ എത്ര വരും? 2. ഓക്കെ, ഇപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.018 വാട്ട് എന്നാണ് നമുക്ക് കിട്ടുക. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. അപ്പൊ നമുക്ക് ആവറേജ് പവർ = 0.018 വാട്ട് എന്ന് നമുക്കൊന്ന് കിട്ടി. ഓക്കെ, അപ്പോ നമുക്കൊന്ന് അല്ലെ പവർ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് വരിക.
ഇനി ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയിക്കോളും. സൈൻ സ്ക്വയർ ഒമേഗ ടി ഹാഫ് ആണെന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ആവറേജ് പവർ പറഞ്ഞു. ഇനി അവിടെ ഉണ്ടാവുന്ന പവർ, ജൂൾസ് ഹീറ്റിംഗ് എഫക്ട് കൊണ്ട് നഷ്ടപ്പെടുന്നത് പവർ എങ്ങനെയാണ്, എവിടെ നിന്ന് വന്നു എന്നുള്ള കേസാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിൽ എന്ത് ചെയ്യാണ്, ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യാണ് അല്ലെ. അങ്ങനെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെ, നമ്മൾ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് എ സി ജനറേറ്ററിൽ. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലെ. അപ്പൊ മെക്കാനിക്കലായിട്ട് നമ്മൾ അവിടെ കുറച്ച് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ പരിപാടി എന്താ, ഓൾവേസ് ഓപ്പോസസ് ദ ചേഞ്ച് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF അവിടെ എങ്ങനെയായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കും വരിക. അപ്പൊ അതിനെ എന്ത് ചെയ്യും, നമ്മൾ ആ റൊട്ടേഷനെ അതെന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. അപ്പൊ ഒപ്പോസിഷൻ വരുമ്പോ അവിടെ എപ്പോഴും എന്തുണ്ടാവും, സം സോർട്ട് ഓഫ് എനർജീസ് ലോസ്റ്റ്. ആ എനർജി എങ്ങനെയാ വരിക, ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പൊ എനർജി എവിടെ നിന്ന്, ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന എനർജി എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി മെക്കാനിക്കലി അല്ലെ, മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അതെന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുവരും, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഒപ്പോസസ് ദ ചേഞ്ച്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ റൊട്ടേഷൻ അല്ലെ, ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ ക്ലോക്ക് വൈസിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ അത് എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. എപ്പോഴും ഒപ്പോസിഷൻ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, സം സോർട്ട് ഓഫ് എനർജീസ് ലോസ്റ്റ്. ആ എനർജിയാണ് ഇവിടെ എന്തെന്ന് പറയാ, ഹീറ്റ് ആയിട്ട് അപ്പിയർ ചെയ്യാം. ഓക്കെ, I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.